പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ട്രെക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ പോകാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഒരു സ്ഥലമാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പോകാൻ സാധിക്കാത്തതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ബിസിയാവും, നമുക്ക് സ്ലോട്ട് കിട്ടാതെ വരുന്ന പ്രശ്നങ്ങൾ വരും, വെതറിൻ്റെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കിന് അവർ ഇവൻറ്റ് മാറ്റി വെക്കുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു, പ്രൈവറ്റ് കമ്പനിയെ കോൺടാക്റ്റ് ചെയ്തു. അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ക്യാമ്പിംഗ് ടൈൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഒരു ടൂർ പാക്കേജ് ചെയ്യുന്ന ട്രെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അവരുടെ കൂടെയാണ് നമ്മളിന്ന് അഗസ്ത്യാർകൂടം പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് പോയി വിതുരയിൽ സ്റ്റേ ചെയ്തിട്ട് വിതുരയിൽ നാളെ രാവിലെ നമ്മൾ ബോണക്കാട് പോകും. ബോണക്കാട് നിന്നാണ് നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ട്രെക്കിങ്ങിന് പോകുമ്പോൾ അഗസ്ത്യാർകൂടം എന്നല്ല, ഏത് ട്രെക്കിങ്ങിന് പോകുമ്പോഴും നമുക്ക് കയ്യിൽ കരുതേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു സാധനം എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലാണ്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിൽ വേണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ട്രെക്കിംഗ് ഷൂ ആണ്. ഇത് നമ്മൾ ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ച ഒരു ഷൂ ആണ്. നല്ല റബ്ബറിൻ്റെ ഗ്രിപ്പുള്ള വാട്ടർ പ്രൂഫ് വരുന്ന ട്രെക്കിംഗ് ഷൂ ആണിത്. ഹൈ ക്വാളിറ്റിയാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ വെതറിലും യൂസ് ചെയ്യാം. സ്നോ വെതറിലും ഓൾ ടെറൈനാണ്. നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെക്കിംഗ് പോള്. നമുക്ക് യാത്രയ്ക്ക് വേണ്ട അടുത്തൊരു സാധനമാണ്, ട്രെക്കിങ്ങിന് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ട്രെക്കിംഗ് പോള്. ഇത് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ട്രെക്കേഴ്സിൻ്റെ 3-ാം കഹാലം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് നമ്മുടെ ലെഗിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിലും ട്രെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെക്കിംഗ് പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രെക്കിനെ കുറച്ചുകൂടെ ഈസി ആക്കും. അതിന് ട്രെക്കിംഗ് പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യുക, ലോക്ക് ചെയ്ത് വെക്കുക, കഴിഞ്ഞു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടോർച്ച് ലൈറ്റ്. ഇത് നമുക്ക് 6 മോഡലുണ്ട്. ഇത് പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ല എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ലൈഫ് കിട്ടും, ഡ്യൂറബിൾ ആയിരിക്കും. ഇത് നമുക്ക് കണ്ടോ, നൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന ഏരിയയിലൊക്കെ നമുക്ക് അത്യാവശ്യം വെട്ടവും കിട്ടും, ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ അഗസ്ത്യാർകൂടം ട്രെക്കിങ് പോകാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അവിടുത്തെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. അതുണ്ടെങ്കിലേ നമ്മളെ അതിനകത്തോട്ട് കയറ്റത്തുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിനൊരു 4 ദിവസം മുമ്പായിട്ട് നമ്മളൊരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ സീലും സൈനും എല്ലാം വെച്ചിട്ട് നമ്മുടെ ECG എക്കോ ഇല്ല, ECG, പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റ്, വെയിറ്റ്, നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എല്ലാം നോക്കി അവർ വെരിഫൈ ചെയ്ത് വേറെ അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവർ ഇതേപോലെ ഒരു പേപ്പറിൽ അവരുടെ സീലും സിഗ്നേച്ചറും എല്ലാം വെച്ച് തരും. ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഇല്ലാതെ നമുക്ക് അഗസ്ത്യാർകൂടം പോകാൻ പറ്റത്തില്ല. അഗസ്ത്യാർ പോകാൻ വേണ്ടി അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാറ്റാണ്. തൊപ്പി ഇപ്പോൾ നമ്മൾ പോകുന്ന മാസം എന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല വെയിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്കിലെ നെക്ക് അവിടെ എല്ലാം കവർ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വെയിലടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺസ്ക്രീൻ. ഇത് ഏറ്റവും മസ്റ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ദ മാൻ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സൺസ്ക്രീനാണ്. 50+ വരുന്ന 50 PA++ വരുന്ന ഒരു സൺസ്ക്രീനാണ്. പിന്നെ നമുക്ക് ട്രെക്കിങ്ങിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എത്ര കിലോമീറ്റർ നടന്നു എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊരു സ്മാർട്ട് വാച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന പ്രോഡക്റ്റ് സൺഗ്ലാസ്സാണ്. UV പോളറൈസ്ഡ് സൺഗ്ലാസ്. ഇത് നമ്മൾ ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കാറ്റഗറി 4 വരുന്ന സൺഗ്ലാസ്സാണ്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വെയിലും മഞ്ഞുമൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. കണ്ണിനെ അത്രയും കൂടെ ഈസിയാക്കും. വിസിബിലിറ്റി നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രോട്ടീൻ ബാർ നമ്മൾ 3 എണ്ണം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാഷ്യൂ, ബദാം, ഡേറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ബാങ്ക്. ഞാനിപ്പം 10,000 mAh പിന്നെ ഒരു 30,000 mAh പവർ ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചാർജർ, അഡാപ്റ്റേഴ്സ്,
ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫോണിൻ്റെ അക്സസറീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കരുതേണ്ടത് മെഡിസിൻസാണ്. മെഡിസിൻസും പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ. ട്രെക്കിംഗ് ഷൂവിന് വേണ്ടിയിട്ട്, ഇത് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോക്സാണ്. നമുക്കിപ്പം ഞാനിപ്പോൾ 3 ജോഡി എടുക്കുന്നുണ്ട്. ബെഡ്ഷീറ്റും പിന്നെ അതിൻ്റെ ഒരു പില്ലോ. നമുക്കിത് ആവശ്യമുള്ളപ്പോൾ നമുക്കിത് ഊതി വീർപ്പിച്ച് പില്ലോ ആയിട്ട് കിടക്കാം. ഇതെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ ബാഗ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ പേസ്റ്റ്, മെഡിസിൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ട്രാവലെറ്റ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ബാഗ്, അതിനകത്തിലോട്ട് നമ്മൾ ഈ സാധനം പവർ ബാങ്ക്, മെഡിസിൻസ് എല്ലാം കൂടി ഇതിനകത്തിലോട്ട് ഇട്ട് വെക്കും. ട്രക്കിംഗ് ബാഗ് ഇതിനകത്തിലോട്ട് നമ്മളിതെല്ലാം കവർ ചെയ്ത് ബാഗിൽ ഫില്ല് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ നമ്മളവിടെ വിതുരയിലോട്ട് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത് ഞാൻ എന്തായാലും ബാഗിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പം വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചായിരുന്നേ. ഇപ്പോൾ നമ്മൾ അടൂർ കൊട്ടാരക്കര റോഡിൽ കായിക്കം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ റൂട്ടിൽ എപ്പോഴും യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കിനും ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടായി എഴുത്താണി എന്ന് പറയുന്ന ഹോട്ടൽ. ഇവിടെ നമ്മൾ കയറി എപ്പോഴും പൊറോട്ടയും മട്ടനും ഒക്കെ കഴിക്കാറുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ ഫുഡ് വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളിപ്പം വിതുരയിലോട്ട് പോകുന്ന റൂട്ടിലാണ് ഉള്ളത്. കാരിക്കം എന്ന് പറയുന്ന സ്ഥലത്ത് എഴുത്താണിക്കട മട്ടൺ സ്പെഷ്യൽ സ്പോട്ടാണ്. നമ്മുടെ കേരള എഴുത്താണി, ഓൾഡ് എഴുത്താണി, ന്യൂ എഴുത്താണി ഉണ്ട്. അവരുടെ തന്നെ ഒരു സ്പോട്ടാണ് ഇവിടെ. നമ്മൾ മട്ടൺ ചാപ്സും ലിവറും അജ്ജു എന്തോടെ പറഞ്ഞ പൊറോട്ട അല്ലേ, മട്ടൺ ചാപ്സ്. നമ്മൾ ഫുഡെല്ലാം കൂടെ കഴിച്ച് എത്ര മണിക്ക് എത്തും അവിടെ? ഏകദേശം വിതുര എത്തണം. ഒരു 8:30-9 മണിയാവുമായിരിക്കും എത്തുമ്പോൾ. ട്രക്കിങ്ങിൽ ഇന്ന് നമ്മൾ റൂം എടുത്ത് റെസ്റ്റ് എടുക്കും. എന്നിട്ട് നാളെ രാവിലെയാണ് നമ്മൾ അവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ് വരുമ്പോൾ കാണിക്കാം നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നതാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് മട്ടൺ ചാപ്സ് അല്ലേടാ? മട്ടൺ ചാപ്സ്, നല്ല ചൂട് പൊറോട്ട ഉണ്ട്. പിന്നെ ഇത് മട്ടൺ ലിവർ, പിന്നെ BDF. എന്നാ കഴിക്കുമല്ലേ? തുടങ്ങാം. നമ്മൾ റൂം എടുത്ത് കേട്ടോ. നമ്മൾ റൂം ഇവിടെ ചെറിയ റൂം, 3 പേർക്കുള്ള 800 രൂപ. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. എയർ കണ്ടീഷൻ ഒന്നുമില്ല, നമുക്ക് നോർമൽ ഫാന് അല്ലേ. പിന്നെ ബാത്റൂം. അജു, റൂം ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നാളെ രാവിലെ നമുക്ക് കാണാം. വിതുര ടു ബോണക്കാടാണ് നമ്മുടെ നാളത്തെ യാത്ര. ഓക്കെ. നമ്മളിവിടെ
യാത്രയുടെ ഇടയ്ക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പാസും കാണിക്കണം. എന്നിട്ട് വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. നമുക്ക് വാഴവന്തോൾ വാട്ടർഫോൾ പോകുന്നതും ഈ റൂട്ടിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നിർത്തിയാണ്. പൊതിക്കൈ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. നമുക്ക് അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള പൊതി നമുക്ക് പൊതിഞ്ഞ് തരും. അതുമായിട്ട് നമ്മൾ പോയി. ഒരു ലൊക്കേഷൻ ഉണ്ടോ? ഇതാണ് നമ്മുടെ ബോണക്കാട് ഓഫീസ്. കേരള വനവന്യജീവി അഗസ്ത്യമല ഔഷധ സസ്യ സംരക്ഷണ മേഖല. ഇവിടെ നിന്നാണ് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് എല്ലാം കാണിച്ച് നമ്മൾ കയറേണ്ടത്. ആക്ച്വലി ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സംഭവമാണ് പിക്കറ്റ് സ്റ്റേഷനാണ്. പിക്കറ്റ് സ്റ്റേഷനിലാണ് തിരക്ക്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇവരെല്ലാവരും ഇന്ന് ട്രക്ക് ചെയ്യാനുള്ളവരാണ്. ഇതിനകത്ത് ഫോറസ്റ്റിനകത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 16 കിലോമീറ്ററാണ് നമുക്ക് ഫസ്റ്റ് ഡേയിൽ ട്രക്ക് ചെയ്യാനുള്ളത്. ഈ പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ താണ്ടിയിട്ട് വേണം പോകാൻ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ച് വേണം യാത്ര ആരംഭിക്കുക. നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ നടക്കുകയാണ്. ഇന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അല്ലേ ഏട്ടോ? 12 കിലോമീറ്ററാണുള്ളത്. നമുക്ക് ഒരു ഗൈഡ് ചേട്ടനുണ്ട്. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഞാനേട്ടാ പേരെങ്ങനെ? രതീഷ് എന്നാണല്ലേ. അഗസ്ത്യാർകൂടം എത്ര തവണ കയറിയിട്ടുണ്ടാവും? 50-60 തവണ കയറിയിട്ടുണ്ടല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം, ഞാൻ ആദ്യം 2 വർഷം കൊണ്ട് ട്രൈ ചെയ്യും അഗസ്ത്യാർകൂടം കയറാൻ. അപ്പം ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ജോലി ഇഷ്ടമാണോ? ഇങ്ങനെ എപ്പോഴും ട്രക്ക് ചെയ്യുക എന്ന് പറയുന്നത്? അതെ അതെ. 2000-ഓളം ഔഷധ സസ്യങ്ങൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അതിൽ കൂടുതലും ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ മൃഗങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾ സ്പോട്ട് ചെയ്യാറുണ്ടോ? പോകുന്ന വഴിക്കൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലേ? ഓ, അങ്ങനെ ആരെങ്കിലും ട്രക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ആക്രമിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല? എൻ്റെ അച്ഛൻ ഇവിടെ ഗൈഡായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഓ,
ഇതാണ് ഈ മൂട്ടിപ്പഴം എന്ന് പറയുന്നത് ഈ കാണുന്നത് ഇതല്ലേ? ഇത് തിന്നാൻ മൃഗങ്ങളൊക്കെ വരുമോ? അതോ ഇതിപ്പോൾ പിഞ്ചാണ്, എടുത്തു പറഞ്ഞത്. ഇത് നമുക്ക് കഴിക്കാവുന്നതല്ലേ? ഇതാ മൂട്ടിപ്പഴം. ഇത് ഏത് മൃഗങ്ങളായിരിക്കും ഇത് കൂടുതൽ കഴിക്കുന്നത്? കരടിയും പുലിയൊക്കെ കഴിക്കുമോ? കൂടുതലും കരടികളാണ് കഴിക്കുന്നത് അല്ലേ? കിളികളൊക്കെ വന്ന് കഴിക്കും. മുന്നേ അജു നടന്നു പോകുന്നുണ്ട്. അജുവിനൊന്നും ആയില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ ഇവിടെ 8:30 വന്നെങ്കിലും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ച് ഇപ്പം ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആക്ച്വലി 11:30 അല്ലേ? അതെ. നമ്മുടെ ബാഗ് അല്ലാണ്ട് ചെക്ക് ചെയ്തില്ലേ? ബാഗെല്ലാം ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ കൊണ്ടുവരുന്ന നട്ട്സൊക്കെ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം കളയാൻ പറയും. നമ്മളൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് എല്ലാം കൂടി വെച്ചിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അതെ. നമ്മുടെ ഒരു പ്ലാസ്റ്റിക് അവർ കടത്തത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അവർ 200 രൂപ നമ്മുടെ നിന്ന് മേടിക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അതേ പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചു വരും. സോപ്പ്, പൗഡർ, പിന്നെ സ്പ്രേ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അതിവരിവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ കയറ്റി വിടത്തുള്ളൂ. ബാഗ് ഫുള്ള് പരിശോധിക്കും കേട്ടോ. സീസൺ ടൈമിലാണെങ്കിൽ നമ്മളെ ബോഡിയും ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. പാൻറ്റ്, വേറെ എന്തെങ്കിലും സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ, നൈഫ് പോലും അവർ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് മാറ്റുവേ. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. മാക്സിമം വെയിറ്റ് കുറച്ച് കൊണ്ടുവരിക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ 2 ദിവസത്തേക്ക് മുമ്പേ പോയെ. ഹായ്, എങ്ങനെയുണ്ട്? എപ്പടി ഇരിക്കെ ട്രക്ക്? സൂപ്പറാக இருக்கு. താങ്ക് യു. ഇവർ ട്രക്ക് കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് വരുന്നത്. അവർ സമയം എടുക്കാം. താങ്ക് യു. അവർ വരുന്നത് നമ്മളെപ്പോലെ ട്രക്കിങ്ങിന് മാത്രമല്ല, കുറച്ച് പേര് വരുന്നത് തീർത്ഥാടനത്തിനും കൂടിയാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചുകൂടി ആൾക്കാർ കൂടുതലാണ് വരുന്നത്. അതായത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടല്ലാതെയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലേ? അതായത് അവരുടെ വിശ്വാസം അനുസരിച്ച് അഗസ്ത്യമുനിയെ കാണാനും പൂജ ചെയ്യാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞു. ഈ 8 കിലോമീറ്ററോളം നമുക്ക് ഒരു നോർമൽ ട്രെയിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കയറ്റം ഇറക്കമൊക്കെ വരുന്നത്. അജു, അമീൻ, പിന്നെ നമ്മുടെ ഗൈഡ് ഏട്ടൻ കൂടെ ഉണ്ട്. നമുക്ക് മുമ്പേ ഉള്ളവരെല്ലാം കയറി പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്പീഡ് കൂട്ടിയത് നമ്മൾ ട്രക്ക് ചെയ്ത് പോയാലും നമുക്ക് ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കിട്ടും, വെള്ളവും കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് കാര്യമില്ല. നമ്മുടെ സ്റ്റാമിനയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും ട്രക്ക് ചെയ്യും. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ച് പോകണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. വെയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ച് ബ്രേക്ക് എടുത്ത് വേണം പോകാൻ. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുള്ളിയെ വയ്യാതെ കിടക്കുക. ആള് ഡീഹൈഡ്രേഷൻ വല്ല സംഭവിച്ചായിരിക്കും അല്ലേ? ഡോക്ടറുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പോൾ കണ്ടത് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 കിലോമീറ്റർ ആയതേ ഉള്ളൂ. ഒരു ആള് കുറച്ച് പ്രായമുണ്ട്. പുള്ളിയുടെ ഒരു പാഷന് പുറത്തായിരിക്കും ചിലപ്പോൾ അവിടെ വന്നത് ട്രക്കിങ്ങിന്. അതിന് പറ്റുന്നില്ല, ആള് കിടന്നുപോയി. എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂട്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. കൂടെ ഒരു ഡോക്ടർ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ വെള്ളം ഒഴുകുന്നിടമുണ്ട്. നമുക്കത് താഴെ എത്തുമ്പോൾ കാണാം. അമ്മീ നടത്തത്തിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടി നടക്കുക.
ഭംഗിയായി അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ. നട്ട്സ് കഴിക്കുക, നട്ട്സ്, ഈ ഡേറ്റ്സ്. ഇത് 1 മാസത്തേക്ക് താമസിക്കാനാന്ന് തോന്നുന്നു ഈ വന്നത്. 1 മാസത്തേക്കുള്ള ഈന്തപ്പഴം, ഉണക്കമുന്തിരി എല്ലാമായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുഡിനൊരു ഫുഡ് നമ്മളിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ക്യാമ്പ് 3 വന്നു, കരമനയാർ. മൂട്ടിപ്പഴം. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ളൊരു പോയിന്റിലോട്ട് നമ്മൾ എത്താറായി. ഏകദേശം നമ്മൾ 6 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കുളിക്കാനും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. നമുക്ക് മുമ്പേ വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവർ ഫുഡ് കഴിച്ച് കുളിക്കാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് അവർ. കൊള്ളാം കേട്ടോ, നല്ലൊരു. ഇവിടുന്ന് ഒരു കുളിയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇത് നല്ലൊരു റിഫ്രഷ് പോയിൻ്റ് ആയിരിക്കും. മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടും. കൊള്ളാം കേട്ടോ. താഴോട്ട് ഇറങ്ങി നോക്കാം നമുക്ക്. നമ്മൾ ക്യാമ്പ് 4ലാണ് വന്നത്. ക്യാമ്പ് 4 വന്ന് ഫുഡൊക്കെ കഴിച്ച് ചപ്പാത്തിയും തക്കാളിക്കറിയായിരുന്നു. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാമ്പ് 4 എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റിഫ്രഷായി ചാർജ് ചെയ്ത് നടക്കുവാണ്. അങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എല്ലാവരും? നമ്മുടെ 2 വർഷം കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു അഗസ്ത്യാർകൂടം ട്രെക്കിങ്. അത് നമ്മളിങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഗ്രാസ് ലാൻഡായി. ഗ്രാസ് ലാൻഡിലൂടെ ഇനി ഏകദേശം 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്യണം. ഇത് പുല്ലുകളാണ്. അതാണ് ഈ ഗ്രാസ് ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഇത് 2 കിലോമീറ്ററോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടിടിച്ചാന്തേരി എന്ന് പറഞ്ഞിട്ട് 2 കിലോമീറ്റർ, എന്നിട്ടാണ് നമ്മുടെ ക്യാമ്പ് എത്തുന്നത്. ടോട്ടൽ 4 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പം സമയം 4 മണിയായിട്ടുണ്ട്. മിക്കവാറൊരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്യാമ്പിലെത്തും. സന്ധ്യയായി തുടങ്ങി. നമ്മൾ എത്തിയിട്ടില്ല. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് നമുക്കിനി എത്താനായിട്ട്. മഴ പെയ്യുമെന്നും പറഞ്ഞ് റെയിൻകോട്ടും പാൻറ്റും എല്ലാം എടുത്തിട്ട് മഴയൊക്കെ മാറി. കാടിൻ്റെ ഭീകരത അല്ലേ മീനെ? അങ്ങനെ നമ്മുടെ മുട്ടിടിച്ചാന്തേരി ട്രെയിൽ തീരാൻ പോവാം. പേപ്പാറ ബോണക്കാട് അങ്ങോട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്ന റൂട്ട് തെറ്റായിരിക്കാൻ വേണ്ടി കാണിച്ചിരുന്നത്. ഇനി നമുക്ക് നിരപ്പായ ട്രെയിലാണ് വരുന്നത്. നമ്മൾ ക്യാമ്പ് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ 6:30 ആകുമ്പോഴത്തേക്കിന് എത്തും. നാളെ നമ്മൾ പോകേണ്ട റൂട്ട് ഇവിടുന്നാണ്. ഇത് അതിരുമല ബേസ് ക്യാമ്പ്, നമ്മുടെ ലാസ്റ്റ് ക്യാമ്പാണ്. ടോട്ടൽ 7 ക്യാമ്പ് അല്ലേ ഏട്ടാ? ഏതൊക്കെയാണ് ടോട്ടൽ വരുന്നത്? ആദ്യത്തെ നമ്മൾ പിക്കറ്റ് വിഷയം, അത് കഴിഞ്ഞ് രാത്തിമുട്ട, അത് കഴിഞ്ഞ് കരമന, അത് കഴിഞ്ഞ് വാഴപ്പിന്തി, അത് കഴിഞ്ഞ് അട്ടയാറ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ ഏഴുമടങ്ങി, അത് കഴിഞ്ഞ് ഇവിടെ. അത്രയും ക്യാമ്പ് ഉണ്ട്. ഫെബ്രുവരി മാസം കാർത്തികയിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് അലോഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. കാണിക്കാർക്ക് മാത്രം. അവർക്ക് പൈസ ഒന്നും ഇല്ലാതെ ആധാർ കാർഡ് മാത്രം കാണിച്ച് അവിടെ നിന്ന് കയറി വരാം. എല്ലാ കാണിക്കാർക്കും വരാം. എല്ലാ കാണിക്കാർക്കും വരാം. ഈ കാണിക്കാരെന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്?
ട്രൈബൽസ് ഏരിയ. ട്രൈബൽസ് ഒരു പ്രത്യേക വിഭാഗം അല്ലേ? പ്രത്യേക. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ആധാർ കാർഡ് മാത്രം കാണിച്ച് പൂജയും ചെയ്ത് അഗസ്ത്യ മുനിയെ പോയി കാണാം അല്ലേ? ടോപ്പിൽ പോയി കണ്ട് തിരിച്ചിറങ്ങാം. അപ്പോൾ അവർക്ക് ഇവിടെ തന്നെയാണ് അവരുടെ സ്റ്റേ ഒക്കെ വരുന്നത്? ഇവിടെ തന്നെയാണ്. അവർക്കുള്ള പ്രത്യേകമുള്ള ആഹാരം ഇവിടെ കോട്ടൂർ വഴിയാണ് അവർ കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് അവർ തന്നെ സ്വന്തമായിട്ട് വേവിച്ച് സ്വന്തമായിട്ട് കഴിക്കും. അന്ന് പ്രത്യേകിച്ച് വേറെ ആരെയും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ആ ദിവസം അത് ഏത് മാസം? ഫെബ്രുവരി 28. ഫെബ്രുവരി 28 അല്ലേ? ആ ഉത്സവമാണോ അതോ ഫെസ്റ്റിവലോ അല്ലേ? കാർത്തിക. കാണിക്കാരെന്ന് പറഞ്ഞിട്ടൊരു ട്രൈബൽസ് ഉണ്ട്. അവർക്ക് അവർ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് വരുന്നവരാ അല്ലേ? ഇതിനു വേണ്ടി. നമ്മുടെ ചേട്ടൻ്റെ പേര് പറഞ്ഞ എന്തുവരും? രതീഷ് ചേട്ടൻ. ആൾ പുലിയാണ് കേട്ടോ. 50 തവണ മിനിമം ആൾ അഗസ്ത്യമല കയറിയിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മളെപ്പോഴുള്ള ടൂറിസ്റ്റുകളെയും കൊണ്ട് ആൾ നമ്മുടെ ഇവിടെ കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് എത്തുക കേട്ടോ. നമ്മുടെ ക്യാമ്പ് ഇവിടെ നമുക്ക് ചായ വെച്ചിട്ടുണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ടാവും, പിന്നെ നമുക്ക് മുമ്പേ വന്ന ആളുകളൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുക. സക്സസ്ഫുള്ളി ഡേ 1 കംപ്ലീറ്റഡ്. ഇന്നത്തെ ലഞ്ച് കഞ്ഞി, പയറ്, അച്ചാറ്, മുളക്, പപ്പടം. ഇല്ല ചൂട് തന്നെ. വിശന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. വിശന്നുകൊണ്ട് ഞാൻ കമൻ്റൊന്നും പറഞ്ഞില്ല. കഴിയും. നമ്മുടെ ഇപ്പം ക്യാമ്പിലാണ് ഉള്ളത്. നമ്മൾ ഇന്ന് കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞി, പയറ്, അച്ചാറ് എല്ലാം കഴിച്ച് ക്യാമ്പിലാണ്. ഇനിയിപ്പോൾ 9 മണി വരെ ഉള്ളൂ കറണ്ട്. 7 to 9 ക്യാമ്പിലെ കറണ്ട് ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുളിക്കേണ്ടവർക്ക് പോയി കുളിക്കാം, ഫ്രഷ് ആവേണ്ടവർക്കൊക്കെ പോയി ചെയ്ത് വന്ന് 9 മണിയാകുമ്പോഴത്തേന് കറണ്ട് കട്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ക്യാമ്പിൽ വന്ന് ഇതാണ് ക്യാമ്പ്. നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് മിക്കവാറും 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ അഗസ്ത്യമല കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഓക്കെ, നാളെ കാണാം.